എൽഡോറിയ എന്ന പുഷ്പിക്കുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ ധൈര്യശാലിയും അറിവുപ്രിയനുമായ രാജകുമാരനായ അലക്സാണ്ടർ ജീവിച്ചു വരികയായിരുന്നു. അവിടെ നിന്ന് ദൂരെയായി അതിശയകരമായ മിസ്റ്റ് മറച്ചിരിക്കുന്ന ഒരു രഹസ്യ താഴ്വരയുണ്ടായിരുന്നു, ലുനാരിയ എന്ന രാജ്യം. അവിടെ ഒരു ജ്ഞാനവതിയായ രാജ്ഞിയും സ്നേഹസാന്ദ്രയും പ്രകൃതിയുമായി അത്ഭുതകരമായി ബന്ധിക്കപ്പെട്ടവളുമായ രാജകുമാരി സോഫിയ ജീവിച്ചു വരികയായിരുന്നു. യാത്ര ആരംഭിച്ചു. അവൻ പർവ്വതങ്ങൾ കടന്നു, നീലമൃഗങ്ങളെ നേരിട്ടു. ഒടുവിൽ മിസ്റ്റ് മാറി ലുനാരിയ പ്രത്യക്ഷപ്പെട്ടു. ലുനാരിയയിൽ സോഫിയ എന്ന അതിസുന്ദരിയായ രാജകുമാരിയെ അലക്സാണ്ടർ കണ്ടുമുട്ടി. അവൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. സംസാരിക്കുന്ന മൃഗങ്ങൾ, താളമേളം പോലെ നിലനിൽക്കുന്ന പൂന്തോട്ടങ്ങൾ, പ്രകാശിക്കുന്ന തടാകങ്ങൾ എന്നിവ അവൾ അലക്സാണ്ടർ രാജകുമാരനെ പരിചയപ്പെടുത്തി. സമയം കടന്നതോടെ ഇരുവരുടെയും സൗഹൃദം ആഴപ്പെട്ടു. അവർ കഥകൾ പങ്കുവച്ചു, പഴയ അവശിഷ്ടങ്ങൾ കണ്ടു, തമ്മിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ അനിശ്ചിതത്വം ആകാശം മൂടി. താഴ്വരയുടെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്ന നോക്ടാർ എന്ന ഡ്രാഗൺ ഉണരാൻ തുടങ്ങി. നോക്ടാർ ഉണരുമ്പോൾ തീയും ഭീതിയും പടർന്നുപോയി. എൽഡോറിയയും ലുനാരിയയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. അലക്സാണ്ടറും സോഫിയയും ധീരരായ സംഘത്തെ നയിച്ചു. നോക്ടാർ എന്ന ഡ്രാഗനും അലക്സാണ്ടറും സോഫിയയും നയിച്ച സംഘവും തമ്മിൽ പോരാട്ടത്തിലേർപ്പെട്ടു. അവർ പോരാടിക്കൊണ്ടിരുന്നു. അലക്സാണ്ടർ ഡ്രാഗനെ തെറ്റിച്ചപ്പോൾ സോഫിയ തൻ്റെ പ്രകൃതി മാന്ത്രിക ഉപയോഗിച്ച് ഡ്രാഗനെ പർവ്വതത്തിൽ തീർപ്പാക്കി. സമാധാനം വീണ്ടെടുത്തു. രണ്ട് രാജ്യങ്ങളും അതിൻ്റെ അതിരുകൾ തുറന്ന് ജ്ഞാനവും അത്ഭുതങ്ങളും പങ്കുവച്ചു. മഹാ ഉത്സവത്തിൽ അവർ വീരന്മാരെ ആദരിച്ചു. ഒടുവിൽ അവർ വിവാഹം കഴിച്ചു. ഒരുമിച്ച് രാജ്യഭാരവും ഏറ്റെടുത്തു. സ്നേഹത്തിലും ഐക്യത്തിലും വളർന്ന രാജ്യങ്ങൾ സന്തോഷത്തോടെ നീങ്ങാൻ തുടങ്ങി. അലക്സാണ്ടറിൻ്റെയും സോഫിയയുടെയും കഥ ഇന്നും ജീവിച്ചിരിക്കുന്നു.